അച്ഛമ്മേ, ഒന്നുകൂടി വിളിക്കച്ചമ്മേ. മാധവന്ന് ഒന്നുകൂടി വിളിക്ക്. മാധവാ, എല്ലാവരുടെ പേരൊന്ന് വിളിക്കച്ചമ്മേ. അച്ഛമ്മേ, എന്നെ ഓർമ്മയില്ലേ? സുചിത്ര, പ്രകാശിന്റെ ഭാര്യ അച്ഛമ്മേ. മാധവാ, വന്ദനെ, ഡോക്ടറെ വിളിച്ച് അച്ഛമ്മ സംസാരിച്ചു എന്ന് പറയണം. ഞാൻ വിളിച്ചോളാം സൂത്ര എടുത്തി. എല്ലാവരെയും മുത്തശ്ശിക്ക് അറിയാം. പക്ഷെ മാധവന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുന്നുള്ളൂ. മുത്തശ്ശിയുടെ നാവ് ചലിച്ചു തുടങ്ങിയല്ലോ. ഇത് തന്നെ നല്ല ലക്ഷണം. വൈകാതെ മുത്തശ്ശിക്ക് സംസാരിക്കാനും പറ്റും. അച്ഛമ്മയുടെ മോൻ ഒന്നും പറ്റിയിട്ടില്ല. അവര് വരും. രാവിലെ രണ്ടുപേരും കൂടി ഊര് തണ്ടാൻ ഇറങ്ങിയതാ. അച്ഛമ്മ പേടിക്കണ്ട. അവരെ ഈ പ്രകാശം കണ്ടുപിടിച്ചോണ്ട് വരും. നിർത്ത്. ഇനി ഒരു അക്ഷരം സംസാരിച്ച ആ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ ഞാൻ മടിക്കില്ല. ഓരോരോ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അച്ഛന്റെ അമ്മയുടെ സ്വസ്ഥത കളഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് എന്ത് സ്നേഹത്തോടെ പറയുന്നു, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരൂത്രേ. ദേ, ഇനി വൃത്തിയായിട്ട് നാടകം പുറത്തെടുത്താലുണ്ടല്ലോ, ഏട്ടനൊന്നും ഞാൻ നോക്കത്തില്ല. കൊല്ലും ഞാൻ. വന്ദനെ, എന്താ ഇത്? മുത്തശ്ശി ഒന്ന് സുഖപ്പെട്ടു വരിക. ഈ സന്ദർഭത്തിൽ നീ ഇങ്ങനെയൊക്കെ. മുത്തശ്ശിയുടെ അവസ്ഥയിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്റെ അച്ഛന്റെ അമ്മയുടെയൊക്കെ അവസ്ഥ ഓർക്കുമ്പോ അവര് ജീവിച്ചിരിക്കുന്ന മരിച്ചൊന്നും ഒരു രൂപവുമില്ല.